ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 12:30-1 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുനലൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വണ്ടി കയറുന്നത്. അപ്പം 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഉറക്കം തൂങ്ങി ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. 2:45 ട്രെയിൻ. അപ്പോൾ ട്രെയിൻ വന്നപ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു, കാരണം കയറി ഉടനെ ഉറങ്ങണം. അപ്പോഴേ ഉറങ്ങിപ്പോയി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി. ഒരു 6:30 ആയപ്പോൾ നമ്മൾ എണീറ്റ് 7:30 അവിടെ എത്തുന്നത്. പിന്നെ പോയി ബ്രഷൊക്കെ ചെയ്തിട്ടൊരു കോഫിയൊക്കെ കുടിച്ചു. പിന്നെ റൂം എടുത്തപ്പോഴത്തേനും അവിടെ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോൺ വെച്ചിട്ടാണ് ഒരുങ്ങിയത്. ഈ അരുക്കുട്ടിനെ ഒരുക്കി നമ്മൾ അമ്പലത്തിലോട്ട് പോയി പ്രാർത്ഥിച്ച് കുറച്ച് പാട് ഇരിക്കാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാം അവിടെ ഇരുന്നപ്പോഴായിരുന്നു അതിനെക്കാട്ടി രസം. അരുക്കുട്ടനാണെങ്കിൽ അവിടെ മൊത്തം നെരുങ്ങി അവൻ്റെ ജിപ്പ മൊത്തം അഴുക്ക. അവിടെ നിന്ന് ഇറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി 4 മണിക്കാണ് പോകുന്നത്. 4 മണി ആയപ്പോഴത്തേനും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ഗോബി ഫ്രൈഡ് റൈസ്, പിന്നെ പനീർ ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു ഗോബി ബിരിയാണി വാങ്ങിച്ചു. ഗോബി ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പനീർ ഫ്രൈഡ് റൈസ് ഞാൻ കഴിച്ചില്ല, കാരണം എനിക്ക് പനീർ ഇഷ്ടമല്ല. പിന്നെ കഴിച്ചത് ഗോബി ഫ്രൈഡ് റൈസ് ആയിരുന്നു. അത് അത്യാവശ്യം നല്ലതായിരുന്നു. എനിക്ക് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. എന്നാൽ റേറ്റും വലിയ റേറ്റൊന്നുമില്ല, ആവശ്യത്തിനുള്ള റേറ്റേ ഉള്ളൂ. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് വീണ്ടും അമ്പലത്തിലോട്ട് പോവുക അല്ലേ? ഇത് എത്രാമത്തെ 2ാമത്തെ ഇനിയും പോകണം. ഇനി ഗുരുതി പൂജയുണ്ട്, അപ്പോൾ ഒന്നും കൂടെ പോകണം. അമ്പലത്തിൽ എത്തിയപ്പോൾ അമ്പലത്തിൽ മൊത്തം വിളക്കൊക്കെ കത്തിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞപ്പം പൂജയുണ്ട്. അത് ഗുരുതി പൂജയ്ക്ക് മുമ്പ് മേളത്തിൽ നടയിൽ എന്തൊക്കെ പൂജയുണ്ട്. അപ്പം പേരൊക്കെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. സംഭവം ആനയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ താഴെ നടയിൽ പോയി. അപ്പോഴത്തേനും ഗുരുതി പൂജ 8:30 പറഞ്ഞു. പിന്നെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ റൂമിൽ പോയി കുഞ്ഞിന് ഫുഡ് കൊടുത്ത് നമ്മൾ വീണ്ടും വന്നു. പിന്നെ ഗുരുതി പൂജ ഒക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിലോട്ട് പോയി. അപ്പം പോയ കാര്യമൊക്കെ നല്ലവണ്ണം തന്നെ നടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും ബൈ.